അഡ്വക്കേറ്റ് സതീഷ് വാസൻ, ഇപ്പോൾ മനസ്സിലായല്ലോ എവിടെയാണ് പ്രശ്നം, കാതലായിട്ടുള്ള പ്രശ്നം എവിടെയാണ് എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടല്ലോ. ഇപ്പോൾ RV ബാബു പറഞ്ഞു, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറഞ്ഞു. ഇതിപ്പോൾ ആർക്കും തട്ടിക്കളിക്കാവുന്ന തരത്തിൽ ഈ ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ ആ രീതിയിൽ കൈകാര്യം ചെയ്യാമെന്നൊരു ബോധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇക്കൂട്ടർ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ല എന്നത് കൂടിയാണ് ഇവർക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. നോക്കാം പറയാം. ഞാനിത് പറയുന്നത് ഇപ്പം ബഹുമാനപ്പെട്ട RB ബാബു പറഞ്ഞ് മറ്റേ പോലീസ് ക്ലിയറൻസിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് അതിൽ വിയോജിപ്പുണ്ട്. കാര്യം എന്ന് പറയുന്നത് ഈ ക്ഷേത്രങ്ങളിൽ എനിക്കറിയാവുന്നതാണ്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെ വെച്ചാൽ ക്ഷേത്രങ്ങളിൽ ഈ കുത്തക ലേലങ്ങൾ വരും. ഈ ലേലങ്ങൾ പിടിക്കുന്നവരാണ് ഇവിടുത്തെ ഗുണ്ടാ നേതാക്കന്മാരാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നേരത്തെ ദേവസ്വം ബോർഡിൽ വന്നിട്ട് അവിടെ വന്നിട്ടാണ് നമുക്ക് ഈ ഇത് കൊടുക്കുന്നത്, ടെൻഡർ കൊടുക്കുന്നത്. അവിടെ ടെൻഡർ കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന്. ഇപ്പോഴാണ് ഓൺലൈനെങ്കിലും വന്നിട്ടുള്ളത്. ആ ടെൻഡറുകളൊക്കെ മിക്ക ക്ഷേത്രങ്ങളും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് നിർത്തുന്നു. അതിന് പോലീസ് ക്ലിയറൻസ് വേണ്ടി, അത് ക്ലിയറൻസ് വേണമെന്നേ. അവിടുത്തെ വോട്ടർമാര്, ഞാൻ ഒരു കാര്യം പറ്റും, അവിടെ പറഞ്ഞ വോട്ടർമാര് ഹിന്ദു. ഞാൻ ക്ഷേത്രത്തിൽ പോണേന് ബഹുമാനപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറഞ്ഞു, ഒരു ക്ഷേത്രത്തിൻ്റെ പറഞ്ഞാണ് CN ഞാൻ കാലത്തും പോകുന്നത്. എപ്പോഴും ഇത് ചർച്ചയ്ക്ക് മുമ്പേ ഞാൻ അവിടെ പോയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ പറയുന്നത് അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കാര്യം, അവിടുത്തെ എന്ന് പറയുന്നത് അവിടെ ഏവമാർ നിയമിക്കുന്നുണ്ട്. ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും നിയമിച്ചിട്ടുള്ള ലേഡീസാണ്, വനിതയാണ്. ആ ക്ഷേത്രം തുറങ്ങുന്നത് 4 മണിക്കാണ്. അത് അടയ്ക്കുന്നത് ഉച്ചയ്ക്ക് 1 മണിയാവും, 1:30 ആവും. പിന്നെ വൈകിട്ട് എന്ന് പറയുന്നത് രാത്രി 9:09. ഈ വനിതകളെ എങ്ങനെയാണ് അവിടെ നിയമിക്കുന്നത് എനിക്കറിയില്ല. അവരെ പിരീഡ്സ് വരുമ്പോൾ അവർ കാണില്ല. ഇത് ഒരു മഹാക്ഷേത്രമാണ്. അവിടെ നമ്മൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വനിതകൾക്ക് എതിരായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് വരും. അതുപോലെ തന്നെ അവിടുത്തെ മണ്ഡപം അങ്ങ് പറഞ്ഞത് തന്നെ ഞാൻ ദിവസവും കാണുന്നുള്ളതെന്ന്. ആ മണ്ഡപം ആർക്കും കൊടുക്കുന്നില്ല എന്നേ. ദേവസ്വം ബോർഡ് ആർക്കും കൊടുക്കുന്നില്ല. ദേവസ്വം ബോർഡ് ഒരു അവിടുത്തെ ചുറ്റുവട്ടുള്ള ഒരാൾക്കും കൊടുക്കില്ല. അവിടെ തുറക്കണമെന്ന് വെച്ചാൽ ഉത്സവത്തിന് 10 ദിവസം മാത്രം ആ മണ്ഡപം ഇത് ചെയ്യുന്നതല്ലാതെ വേറെ ഒരു ആവശ്യത്തിനും കൊടുക്കുന്നില്ല ആ ക്ഷേത്രത്തിന്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നഷ്ടം വന്നത്? നഷ്ടം വരേ ഉള്ളൂ. അത് പൂട്ടിയിട്ടൊക്കെയാണ്. അപ്പം ഞാൻ ഇത് പറയുന്നത് പോലീസ് ക്ലിയറൻസ് എല്ലാം അതിൻ്റെ ആവശ്യമുണ്ട്. ഭക്തന്മാർ വരട്ടുന്നേ. അവിടെ ഉപദേശ സമിതിയായിട്ട് വരുമ്പോഴത്തേക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഹിന്ദുക്കളുള്ള അവർ ഭരിക്കിട്ടുന്നേ. അതിനാരും തടസ്സമില്ല. അപ്പം ഞാൻ ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഈ കൊള്ള നമ്മളിപ്പം മാറിക്കഴിഞ്ഞു. ഈ കൊള്ള അവസാനിപ്പിക്കാനില്ല. അത് ഈ കൊള്ള അവസാനിപ്പിക്കുന്ന വെച്ചാൽ സിസ്റ്റമാറ്റിക്. രാധാകൃഷ്ണ സാർ പറഞ്ഞാൽ എല്ലാ ഓഡിറ്റും നടക്കുകയാണ്. അല്ല, ഞാൻ പറയട്ടെ, എൻ്റെ ഒരു കൊച്ചിലെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു 10-20 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ അച്ഛൻ്റെ ചിറ്റപ്പൻ, അദ്ദേഹം സബ് ഗ്രൂപ്പ് ഓഫീസറാണ് വലിയശാല മഹാദേവ ക്ഷേത്രത്തിൽ. അല്ല, വലിയശാല മഹാദേവ ക്ഷേത്രത്തിൽ. പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹം ഓടുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് വസന്തേ, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വേണ്ട പോലീസ്, അദ്ദേഹത്തിന് അഴിമതി നടത്താം. ദേവസ്വം കമ്മീഷണർക്ക് PC വേണ്ട. ദേവസ്വം ബോർഡ് മെമ്പർമാരാവാൻ വേണ്ട. അത് നമുക്ക് ഞാൻ പറയുന്നത് അത് വരണമെങ്കിൽ കൊണ്ടുവരണമെന്നേ. അങ്ങനെയൊക്കെ ആൾക്കാരെ കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്കൊരു രാഷ്ട്രീയം ഇത് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ സംസാരിക്കുന്നത്. അവിടെ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്, അവിടെ എന്ന് പറയുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ ചിലപ്പോൾ ഓടിപ്പോകും. കാര്യത്തെ താമസിച്ച് 5 മണിക്ക് മുമ്പ് വരുമ്പോഴത്തേക്ക് അവിടെ വിജിലൻസ് ആയിരിക്കും. ഇന്ന് ഞാൻ പല ക്ഷേത്രങ്ങളും ഞാൻ പറഞ്ഞില്ലേ ക്ഷേത്രത്തിൽ പോകണേന്ന്, ഇന്നൊരു വിജിലൻസ് ഓഫീസർ അതിൻ്റെ അകത്ത് കയറി വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ ആർക്കും ജീവനക്കാർക്ക് പേടിയില്ല. അവർ എപ്പോഴും വരും, എപ്പോഴും പോവും. അവർക്ക് ആർക്കും ഒരു വിജിലൻസ് സംവിധാനം ഇല്ല ഇവിടെ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു സംവിധാനം, അത് ഞാൻ പറയുന്നത് എങ്ങനെ അത് കൊണ്ടുവരാ, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം. ഇപ്പം ബഹുമാനപ്പെട്ട K. മുരളീധരനാണ് അതിൻ്റെ ദേവസ്വം മന്ത്രിയായിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ദേവസ്വത്തിന് വേണ്ടി ഒരു പ്രത്യേക മന്ത്രി തന്നെ വേണം. അതിന് വേറെ ഒരു ചാർജും കൊടുക്കല്ലേ. അതൊക്കെ ഇതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. മോണിറ്റർ ചെയ്ത് അല്ലെങ്കിൽ ഈ സമ്പത്തെല്ലാം ഈ കൊള്ളക്കാരന്മാർ അടിച്ചുകൊണ്ട് തന്നെ പോകും. ഇനിയും പോകും, ഒരു സംശയമില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഇതൊക്കെ തന്നെ നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്യും, അത് പോകുന്നതല്ലാതെ താങ്കൾ പറഞ്ഞ പോലെ ഒരുത്തനും ശിക്ഷിക്കപ്പെടില്ല. കോടതിയിൽ പോയാലും ഇതൊക്കെ തന്നെ.